ജീവിവർഗത്തിൽ വിശേഷ ബുദ്ധി നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുസന്ധാനം ചെയ്യേണ്ട അനുകമ്പ എന്ന പോയി ഇതിഹാസവും പുരാണവും ചരിത്രവുമെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഗുണവശങ്ങൾ മികച്ച ഉദാഹരണങ്ങൾ സഹിതം വിശദമാക്കി തരുന്നതിനോടൊപ്പം അനുകമ്പയില്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ ദോഷവശങ്ങളും പഠിപ്പിച്ചു തരുന്ന സമ്പന്നമായ ശാസ്ത്രം തന്നെയാണ് ഈ കൃതി. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുകമ്പാപൂരിതമായ ഒരു ഗുണവിശേഷത്തിനുടമയായി നാം ജീവിക്കണമെങ്കിൽ സദാ സർവദാ ഈശ്വരാർപ്പിതമായ മനസ്സോടെ കർമ്മങ്ങളിൽ അഭിരമിക്കുവാൻ പരിശീലിപ്പിക്കുകയാണ്. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ സത്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് കരുണാകരനായ ഭഗവാനോട് പ്രാർത്ഥന ചെയ്യിപ്പിക്കുന്നു. ഈ ജീവിവർഗങ്ങളിൽ വെച്ച് ഏറ്റവും നിസാരനായ ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു അനുകമ്പ എനിക്ക് തരയണമേ എന്ന് അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും മല്ലരൊക്കെയും ഇരുളന്തിനെ മാറ്റുമല്ലേൻ കരുവാകും കുരുവാഭിധേദിനും. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദയ, കാരുണ്യം, സഹജീവി സ്നേഹം തുടങ്ങിയ വിശേഷ ഗുണങ്ങളുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എത്ര ശാന്തസുന്ദരവും ഐശ്വര്യപൂർണവുമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ഗുരുദേവ കൃപാദങ്ങള്. ഒപ്പം അനുകമ്പയില്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ ദോഷവശങ്ങളും പറഞ്ഞു തരുന്നു. അരുളൻ കനുകമ്പമൂന്നിനും പൊരുളും നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഏകവാശരേ. ശ്രീനാരായണ ഗുരുദേവന്റെ കാവ്യപ്രപഞ്ചത്തിലെ നക്ഷത്ര ശോഭയാർന്ന് പ്രകാശിക്കുന്ന അക്ഷരമണികളാൽ പൊരുത്തു ചാർത്തിയ മന്ത്രമാണ് ഈ ശ്ലോകം. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരേ മന്ത്രം, ഈ 9 അക്ഷരങ്ങളുള്ള മന്ത്രം. ആരിലാണോ അരുൾ അഥവാ സ്നേഹം സ്വാഭാവികമായുള്ളത് അവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ഈ മന്ത്രം ഇടതടവില്ലാതെ ഉരുവിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ സംസാര സാഗരം മറികടന്ന് മനുഷ്യ ജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ഗുരുദേവ കൃപാദങ്ങൾ. അരുളില്ലയതെങ്കിലോ സ്ഥിരമാറുന്നൊരുടമ്പുദാനവൻ എന്ന് തുടങ്ങുന്ന അടുത്ത പദ്യത്തിലൂടെ ദയ, കാരുണ്യം, സഹജീവി സ്നേഹം എന്നിവയില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം എത്ര ഇരുളടഞ്ഞതാണെന്ന് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയുള്ള ഒരുവന്റെ ജീവിതം കൊണ്ട് തനിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരുവിധ പ്രയോജനവുമില്ല. അങ്ങനെയുള്ള ഒരാൾ മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിലുള്ള ഒരു മാംസപിണ്ഡം മാത്രമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞനുഗ്രഹിക്കുന്നു ഗുരുദേവ കൃപാദങ്ങള്. വരുമാറ് വിധം വികാരം എന്ന് തുടങ്ങുന്ന 5ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
പരമാർത്ഥമുരച്ചു തേവിടുമെന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനെയും സഹജീവി സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സാഗരമായ ബുദ്ധദേവനെയും ഒക്കെ എടുത്തു കാണിച്ച് ഏത് മഹത്വത്തോട് ഉപമിക്കുമ്പോഴും അനുകമ്പാശാലിയുടെ മഹത്വം അളവറ്റതാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തിലും അനുകമ്പാ മൂർത്തികളായ അവതാരങ്ങളെ അണിനിരത്തി അനുകമ്പയുടെയും അരുണിന്റെയും മഹത്വം വർണ്ണിക്കുകയാണ്. ഇവിടെ അനുകമ്പാശാലിയെ ശ്രീ യേശുദേവനോടും ശ്രീരാമനോടും കാരുണ്യവാനായ നമ്പി മുത്തുരത്നത്തോടുമെല്ലാം ഉപമിച്ച് പാടുന്നു. ഈ ശ്ലോകത്തിലൂടെ ജാതിഭേദങ്ങളാലും മതദ്വേഷങ്ങളാലും മലീമസമായ സമൂഹത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വാദപ്രതിവാദ കോലാഹലങ്ങളുടെ നിരർത്ഥകത പഠിപ്പിക്കുകയാണ്. ജ്വരമാറ്റി വിഭൂതി കൊണ്ടെന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തിലൂടെയും അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന മഹാസിദ്ധന്മാരായ ജ്ഞാനസമ്പന്നരെയും തിരുനാവപരിശിനെയും അവതരിപ്പിച്ച് അനുകമ്പാശാലിയുടെ മഹത്വം ഉദ്ഘോഷിക്കുകയാണ് ഗുരുദേവ കൃപാദങ്ങള്. ഹരനെന്നെഴുതി പ്രസിദ്ധമാമെന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തിലൂടെയും സുന്ദരമൂർത്തി നൈനാരെയും മാണിക്യവാചകരെയും ഉപമിച്ചുകൊണ്ട് ഒരു അനുകമ്പാശാലി ജ്ഞാനത്തിലും ഭക്തിയിലും ആർക്കും പിന്നിലല്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനു പരമാത്ഭുതദാന ദേവത കരുവോയി അനുകമ്പയാണ്ടവൻ. ഈ ശ്ലോകത്തിലൂടെ ഒരു അനുകമ്പാശാലിയെ സകലാഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്ന ദേവലോകത്തിലെ കൽപ്പകവൃക്ഷത്തോടും കാമധേനുവിനോടും ഉപമിച്ച് പാടുന്നു. ഇനി ഫലശ്രുതിയിലേക്ക് കടക്കുമ്പോൾ അരിയവേദവും ഗുരുവും മഹർഷിമാരും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്നും എല്ലാ ആഗമങ്ങൾക്കും കാരണമായ ഒരേ ഒരു പൊരുൾ തന്നെയാണെന്നും ഉറപ്പിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി ധന്യരായി ജീവിക്കാനുള്ള ആഹ്വാനത്തോടും ഉപദേശത്തോടും കൂടി ഗുരുദേവൻ അനുകമ്പാദേശകം ഉപസംഹരിക്കുകയാണ്.